എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നല്ല നാടൻ വറുത്തരച്ച ഞണ്ട് കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ലാപ്ടോപ്പ് ഒരാഴ്ച മുമ്പ് കേടായി പോയായിരുന്നു. അപ്പോൾ നന്നാക്കാൻ വൈകിയത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ വൈകിയത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല സൂപ്പർ ഞണ്ട് കറിയാണ്. ഈ ഞണ്ട് കറി വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഞണ്ട് പിടിച്ചത് എങ്ങനെയാണെന്നൊന്ന് കാണാം. എൻ്റെ വീട് മുളകുപാട് വടക്കേറ്റത്ത് വലിയപറമ്പിലാണ്. എൻ്റെ വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ വീടുകളൊന്നുമില്ല കേട്ടോ. പിന്നെ അത് കെട്ടുകളാണുള്ളത്, ചെമ്മിക്കെട്ടുകൾ. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ഞണ്ട് കിട്ടും. ഞണ്ടിൻ്റെ സീസണൊക്കെ ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് നമുക്ക് കാശ് കൊടുത്ത് ഞണ്ട് വാങ്ങേണ്ട വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ടൂൾസൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ ചെന്നിരിക്കുകയാണ്. ഇത് സൈക്കിളിൻ്റെ റിമ്മിലാണ് ഈ വല ശരിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വലയിൽ നമ്മൾ ചാളയും പിന്നെ ഒരു കണമ്പും ഉണ്ട്. ഇത് രണ്ടും കൂടി കെട്ടിയിടുകയാണ്. കെട്ടിയിട്ടിട്ട് നമുക്ക് ഈ തൂമ്പിൽ വെള്ളം വരുന്ന ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരെ കാണുന്നത് കണ്ടെയ്നർ റോഡാണ്. റോഡിൽ കൂടി വണ്ടിയൊക്കെ പോകണം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഞണ്ട് കിട്ടുവാൻ നോക്കി. ഒരു 5-6 തവണ വല പൊക്കിയും താത്തയൊക്കെ ചെയ്തെങ്കിലും ഞണ്ട് കിട്ടിയില്ല. അവസാനമാണ് നമുക്ക് ഈ ഞണ്ട് കിട്ടിയത്. ഞങ്ങൾ പോകാനൊരുങ്ങായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോകാനൊരുങ്ങുമ്പോൾ ഒരു ഞണ്ട് വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങി നോക്കിയിട്ട് താന്നു പോയിട്ടാണ്. പിന്നെ ഞങ്ങൾ ആ ഞണ്ടിനെ കിട്ടുമെന്ന് വിചാരിച്ച് കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഒന്നും ഞണ്ട് വന്നില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പോകല്ലേ ഞാൻ വന്നിട്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ വലിയ ഞണ്ട് കയറി വന്നത്. പക്ഷേ ആദ്യത്തെ ഞണ്ട് എവിടെ പോയെന്ന് അറിയില്ല. ആ ഞണ്ട് ചിലപ്പോൾ അടുത്ത ദിവസം കിട്ടുമായിരിക്കും. ഇനി സമയം കിട്ടുവാണെങ്കിൽ ഒരു ദിവസം കൂടി വരണം ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഞണ്ട്, ഇതിനെ ഞങ്ങൾ കപ്പക്കാല ഞണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഞണ്ടിനെ നമുക്ക് സൈസ് ചെയ്യാം. നമ്മളൊരു വാക്കത്തി എടുക്കുക. ഞണ്ടിൻ്റെ ഈ കാലിൻ്റെ ഈ ഭാഗവും ഈ ഭാഗത്തിട്ടും ഓരോ അടി കൊടുത്തു കഴിഞ്ഞാൽ കാലൊടിഞ്ഞ് പോന്നോളും. ഒരു കാലൊടിഞ്ഞു. ബാക്കിലേക്ക് വിരൽ എടുത്ത് നമ്മൾ പിടിക്കാനും പറ്റും. ഇനി നമുക്ക് ഈ കാലൊക്കെ പറിച്ചെടുക്കാം. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു പഴയ ബ്രഷ് എടുക്കുക. ഈ ഞണ്ടിൻ്റെ ഇവിടെയൊക്കെ ചെളിയുണ്ടാവും. ഈ ചെളിയൊക്കെ ബ്രഷ് ചെയ്ത് കളയാം. അതുപോലെ തന്നെ കാല് ഈ കണ്ട ബ്രഷ് ഇട്ട് തേച്ചില്ലെങ്കിലുണ്ടല്ലോ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും അവിടെയൊന്നും ക്ലീൻ ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ബ്രഷ് ഇട്ട് തേക്കാൻ പറയുന്നത്. വരുന്നില്ല. നമുക്ക് ഇവിടെ പൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ചിലപ്പോൾ പോരും. നമ്മൾ ഈ ഭാഗം പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിയാൽ മതി. കണ്ടോ, ഞണ്ട് പൊട്ടി. ഇനി ഇത് കളഞ്ഞെടുക്കുക. വർഷങ്ങളായിട്ട് ആർക്കും പിടി കൊടുക്കാണ്ട് അളയിലിടുന്ന ഞണ്ടാണെന്ന് തോന്നുന്നു. അതിൻ്റെ ആ ഭാഗത്തൊക്കെ എന്തോ ഇത്തൽ പോലെ എന്തൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്, കക്ക പോലെ എന്തോ ഉണ്ട്. പിന്നെ ഇത് അതിൻ്റെ കുടലാണ്. ഇതൊക്കെ നമുക്ക് മാറ്റണം. ഇനി നമ്മുടെ ബ്രഷ് എടുത്തിട്ട് ഇതിലൊന്ന് ക്ലീൻ ചെയ്യണം. ഇവിടെ ഇനി ഞണ്ടിൻ്റെ കഴമ്പെല്ലാം കൂടി ഒന്നും കൂടി കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം. ഞണ്ടിൻ്റെ കഴമ്പ്, അതായത് അതിൻ്റെ മേൽഭാഗം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചെറുതായിട്ട് ഒടിച്ചെടുക്കാം. അതുപോലെ തന്നെ ഞണ്ടിൻ്റെ ഓട്ടയുടെ ഉള്ളിൽ ഈ സംഭവത്തിൻ്റെ പേര് കളി എന്നാണ്. ഇതെടുക്കണം. ഇത് നല്ല ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാക്കും. ഇത് ഇനി കാലിൻ്റെ ഈ ഭാഗമൊന്നും എടുക്കാറില്ല. അപ്പോൾ ഈ ഭാഗം നമുക്ക് അരകല്ലയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കത്തി കൊണ്ട് നമുക്കിത് റിമൂവ് ചെയ്ത് കളയാം. ഞണ്ട് കറി വെക്കാനായിട്ട് ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കൂടുതലാണെന്ന് തോന്നണം, എന്നാലും കുഴപ്പമില്ല. ഒരു 7-8 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ
ഒരു 1/4 ഭാഗം തേങ്ങ നമുക്ക് വറുത്തരക്കണം. അതിന് വേണ്ടിയുള്ള തേങ്ങ. അപ്പോൾ നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചു. ഞണ്ട് വെക്കാനുള്ള ചട്ടിയാണ്. ഞണ്ട് വെക്കാൻ എപ്പോഴും ഒരു ഇൻഡാലിയത്തിൻ്റെ ചട്ടി എടുക്കുക, അല്ലെങ്കിൽ നല്ല നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി എടുക്കാതിരിക്കുക. ഒരുപാട് സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. സവാള നന്നായിട്ട് വാടണ വരെ വെയിറ്റ് ചെയ്യാം. സവാള നന്നായിട്ട് വാടിയെങ്കിൽ മാത്രമേ ഞണ്ട് കറിയ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, ഗ്രേവി തിക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സവാള നല്ല ഗോൾഡൻ നിറമായിട്ട് വന്നിട്ടുണ്ട്. സവാള ഏകദേശം ഈ പരിവാകുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇടാം. ഇനി പച്ചമുളക് എണ്ണയിലൊന്ന് നന്നായിട്ട് വാടിക്കോട്ടെ. നമുക്കപ്പോഴേക്കും പൊടികളൊക്കെ ഇടാം. അപ്പോൾ ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. മല്ലിപ്പൊടി കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൂടുതലിടാം. ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുള്ളൂ. കൂടാതെ വറുത്തരച്ചതിൽ ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് വറുത്തരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇടാം. പൊടികളിടുമ്പോൾ എപ്പോഴും തീ കുറച്ചിടണം, അത് മറക്കരുത്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞ് വെക്കുക. തക്കാളി വേവിച്ച് ഗ്രേവി ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് തക്കാളി ഗ്രേവി ആകാൻ വേണ്ടി അനുവദിക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് ഗ്രേവിയുടെ പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ സവാള വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി ഉപ്പ് ഈ തക്കാളി ഇതെല്ലാം കൂടി വാടി വരുമ്പോൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഞണ്ടിട്ട് കൊടുക്കാം. ഞണ്ടിലേക്ക് ഈ സവാളയുടെ ഗ്രേവി നന്നായിട്ട് പിടിപ്പിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ഇടാം. ഒരു 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് ഇതിലിട്ടൊന്ന് വരട്ടിയെടുക്കാം. തക്കാളിയുടെ പുളി ഇതിനാവശ്യത്തിന് ഉണ്ടാവുമെങ്കിലും നമുക്ക് കുറച്ച് കുടംപുളി ഇട്ട് കൊടുക്കാം. കുടംപുളിയുടെ പുറകെ തന്നെ നമുക്ക് 1/2 കപ്പ് വെള്ളവും കൂടി, ചൂടുവെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം, ഞണ്ട് വേകാൻ വേണ്ടി. അപ്പോൾ ഞണ്ട് കറി അപ്പുറത്തേക്ക് മാറ്റി വെച്ചു. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാനുള്ള പരിപാടി നോക്കാം. ഞണ്ട് അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേങ്ങ വറുത്തെടുക്കുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. നിങ്ങളത് എന്തായാലും കണ്ടു നോക്കണം. ഞാനിത് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഉള്ള തേങ്ങ വറുത്ത് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി. കാരണം നമ്മൾ ഞണ്ട് വെക്കുമ്പോൾ മുളക് പൊടി ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. ഇത് നമ്മൾക്ക് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഏത് കറിക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഏത് കറിക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. ഇത് നമുക്ക് മിക്സിയിൽ വെള്ളം തൊടാതെ അരച്ചെടുക്കാം. ഇത് ഉള്ളി, വേപ്പില അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സാമ്പാറിന് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയോ കുറച്ച് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ചീത്തയായി പോകരുത്. അതിനുവേണ്ടിയാണ് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി മാത്രം ഇടുന്നത്. അപ്പോൾ നമ്മുടെ കുടംപുളി ഒന്ന് പതുക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. കുടംപുളിയുടെ പുളി ഒന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് ഇതിലേക്ക് വറുത്തരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ ഇടാം. വറുത്തരച്ചത് മിക്സിയിൽ അരച്ചാൽ ഈ പരുവത്തിൽ കിട്ടും. അധികം വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല, ഒട്ടും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. കുറച്ചും കൂടി ചാറ് വേണമെന്ന് തോന്നാം അല്ലേ? അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് ഞണ്ട് നന്നായിട്ട് തിളച്ച് വേകട്ടെ. വെന്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു പൊടിക്കുകയും കൂടി ചെയ്യണം. അത് കഴിഞ്ഞാൽ കറി ഇളക്കാം.
അപ്പോൾ നമുക്ക് മൂടി വെച്ച് വേവിക്കാം, നല്ല ഞണ്ട് വേവുള്ളൂ. ഇത് നമ്മുടെ ഞണ്ട് കറി നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. ആ തേങ്ങ വറുത്തരച്ചതിലൊക്കെ കൂടി കിടന്നുണ്ട്, നന്നായിട്ട് വെന്ത് പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതേ പുളി കിടക്കുന്നുണ്ടോ. വറുത്തരച്ച തേങ്ങയോടൊപ്പം കുടംപുളിയുടെ ടേസ്റ്റും കൂടി വരുമ്പോഴാണ് കേട്ടോ ഞണ്ടിന് സൂപ്പർ ടേസ്റ്റ് ആവുക. പിന്നെ കുരുമുളക് ചേർക്കുമ്പോൾ, ഞണ്ടും കുരുമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. നമുക്കിനി 1 ടീസ്പൂൺ ചിക്കൻ മസാല, അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെറിയ മസാലയുടെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് അടിപൊളിയായിരിക്കും. അപ്പോൾ ഒരു ചിക്കൻ മസാല ചേർക്കുക. കുരുമുളക് കുറച്ചും കൂടി ഇഷ്ടമുള്ള ആൾക്കാർ ഒരിത്തിരി കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാറ് കറിയാണ്, ഒഴിച്ച് കറിയാണ്. അപ്പോൾ നമുക്കിത് നിർത്താം. അപ്പോൾ പതിവ് പോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ കുട്ടികൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.